മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞ് വട്ടം നോക്കി നടന്നപ്പോഴത്തേക്ക് ഉച്ചയായി. ലഞ്ച് കഴിച്ച് ഞങ്ങൾ റൂമിൽ വന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ കാബോ സാൻ ലൂക്കസ് മറീനയിൽ ഒരു സൺസെറ്റ് സെയിലിങ്ങിന് പോയി. അവിടെ പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്നോർക്കലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങൾ പിക്ക് ചെയ്തത് പ്രാവശ്യം സൺസെറ്റ് സെയിലിംഗ് ആണ്. അപ്പോൾ ആ സെയിൽ ബോട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഡ്രിങ്ക്സും ഉണ്ട്, ഫിംഗർ ഫുഡ്സും ഉണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സൺസെറ്റ് വാച്ച് ചെയ്യുന്നത്. ക്രൂസൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റും തണുപ്പോയി. അപ്പോൾ അവർ ചോദിച്ചു ബ്ലാങ്കറ്റ് വേണം. ആ ബ്ലാങ്കറ്റ് കിട്ടിയതുകൊണ്ട് ഞാനും ഏവാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ തണുത്ത് പണ്ടാരടങ്ങിനെ. സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും 9:30 സമയം. എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ കാണാൻ പോയ സ്ഥലമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ട്രിപ്പിൽ. അതിൻ്റെ പേരാണ് ഫ്ലോറ ഫാർംസ്. ഫ്ലോറ ഫാർംസ്. അതെ, മാങ്ങ ഇങ്ങനെ താന്ന് കിടക്കുവാണേ. ഇതൊരു ബ്യൂട്ടിഫുൾ ഫാമാണ്. അവിടെ മരങ്ങളും പൂക്കളും കായ്കളും കിളികളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ ഫാമിനകത്ത് ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ്. മുട്ട, ചിക്കൻ, വെജിറ്റബിൾസ് എല്ലാം നേച്ചർ ലവിങ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ സ്ട്രോസ് ഒക്കെ വുഡനാണ്. അവിടെ നിന്ന് നല്ല ലൈവ് മ്യൂസിക് ഒക്കെ കേട്ട് നല്ലൊരു ലഞ്ച് എൻജോയ് ചെയ്തു. ലഞ്ച് കഴിച്ചൊരു ഐസ്ക്രീം മേടിച്ച് ഞങ്ങൾ ഫാം കാണാനായിട്ട് ഇറങ്ങി. ഈ മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഈ ഫാമിലെ പ്രോഡക്ട്സ് ആണ്. ഏവ അവിടെ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങൾ ചുറ്റുംപുറമൊക്കെ കണ്ട് കുറച്ചേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം റാപ്പ് അപ്പ് ചെയ്തു. കാബ വിസിറ്റ് ചെയ്യുന്നവരെ ഫ്ലോറ ഫാർംസ് മിസ്സാക്കണ്ട. അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ലവ് ഫ്രം മീ ടു യു. താങ്ക് യു, ബൈ ബൈ.